السلام على أشرف المرسلين وعلى آله وصحبه أجمعين. بسم الله الرحمن الرحيم. فقال الملأ الذين كفروا من قومه ما نراك إلا بشرا مثلنا وما نراك اتبعك إلا الذين هم أراذلنا بادي الرأي وما نرى لكم علينا من فضل بل نظنكم كاذبين. മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞ ചരിത്രമാണ് നാം തുടങ്ങി വെച്ചത്. നൂഹ് നബി തന്റെ ജനതയോട് വർഷങ്ങളോളം പ്രബോധനം ചെയ്തു. പക്ഷേ അങ്കുലി പരിമിതമായ ആളുകൾ മാത്രമാണ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിശ്വസിച്ചത്. നൂഹ് നബി ആ ജനതയോട് പറഞ്ഞത് ഇങ്ങനെയാണ്: വഖദ് അഖ്ബറഹും അലൈഹിസ്സലാം അന്നഹു ലാ യബ്തഗി മിൻ വറാഇ ദാലിക അയ്യ അജ്ർ. ജനങ്ങളെ, ഞാൻ ഈ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക്, നിങ്ങളോട് ഞാൻ ചെയ്യുന്ന ഉപദേശങ്ങൾക്ക്, നിങ്ങളെ ഞാൻ നന്മയുടെ വഴിയിലേക്ക് ക്ഷണിക്കുന്നതിന്റെ പ്രതിഫലമായി നിങ്ങളിൽ നിന്ന് ഞാൻ ഒന്നും ചോദിക്കുന്നില്ല. നിങ്ങളുടെ നന്മ മാത്രമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നിങ്ങൾ വഴികേടിലാകരുത്. നിങ്ങൾ എനിക്ക് പ്രതിഫലമൊന്നും തരണ്ട. ബൽ ഹുവ യബ്തഗി അൽ അജ്റു മിനല്ലാഹ്. അല്ലാഹുവിന്റെ കൂലി മാത്രമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതാണ് സൂറത്തു ശുഅറായിൽ വമാ അസ്അലുക്കും അലൈഹി മിൻ അജ്ർ ഇൻ അജ്രിയ ഇല്ലാ അലാ റബ്ബിൽ ആലമീൻ. സൂറത്തു ശുഅറായിലെ 109-ാമത്തെ വചനം. പക്ഷേ അവർ അനുസരിച്ചില്ല. ലം യസ്തജീബു ലഹു. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അവർ അനുസരിച്ചില്ലെന്ന് മാത്രമല്ല, നൂഹ് നബിയെ ഒറ്റപ്പെടുത്തി, കുറ്റപ്പെടുത്തി. അവരുടെ ചില പ്രതികരണങ്ങളും ഖുർആനിൽ പറയുന്നു. ചില ആരോപണങ്ങളാണ് പിന്നീട് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് അവർ പറയുന്നത്. ഒന്നാമത്തെ ആരോപണം, നൂഹ് പിഴച്ചവനാണ്, നൂഹ് അന്ധവിശ്വാസം പറയുകയാണ് അലൈഹി സ്വലാത്തു വസ്സലാം. അതുപോലെ തന്നെ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വളരെ വളരെ നിസാരപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുകയാണ്. അതാണ് നാം ഓതിവെച്ച ആയത്തിൽ പറയുന്നത്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഈ പ്രവർത്തനം പിഴച്ചതാണെന്ന പ്രസ്താവനയാണ് അവർ ഇറക്കുന്നത്. അവർ പറഞ്ഞു, ഇന്നാ ലനറാക ഫീ ളലാലിൻ മുബീൻ. ഞങ്ങൾ നിന്നെ കാണുന്നത് വഴിപിഴച്ചവനായിട്ടാണ്. സൂറത്തുൽ അറാഫിലെ 60-ാമത്തെ വചനം. അതുപോലെ അന്ധവിശ്വാസത്തിൽ മൂടുറക്കാൻ അവർ പരസ്പരം തീരുമാനിച്ച് അവർ പരസ്പരം ഐക്യത്തിലാകുകയാണ്. പിന്നീട് നൂഹിനെതിരെ തിരിയാൻ വേണ്ടിയിട്ട് അവർ പരസ്പരം പറഞ്ഞു, ലാ തദറുന്ന ആലിഹത്തക്കും. നൂഹിന്റെ അലൈഹി സ്വലാത്തു വസ്സലാം നൂഹിന്റെ വാക്കുകൾ നിങ്ങൾ കേൾക്കേണ്ട ആവശ്യമില്ല. ആ വാക്കുകൾ കേട്ടിട്ട് നിങ്ങളുടെ ആരാധ്യരെ നിങ്ങൾ ഉപേക്ഷിക്കാനും പാടില്ല. അവർ പരസ്പരം കൈകോർത്ത് പിടിച്ചുകൊണ്ട്, ചേർന്നുകൊണ്ട് ഐക്യകണ്ഠേന പ്രഖ്യാപിച്ചു, ലാ തദറുന്ന ആലിഹത്തക്കും വലാ തദറുന്ന വദ്ദൻ വലാ സുവാഅൻ വലാ യഗൂത വയഊഖ വനസ്ര. നമ്മൾ ഇതുവരെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന വദ്, സുവാ, യഗൂസ്, അതുപോലെ യഊഖ്, നസ്ർ പോലുള്ള ആരാധ്യരെ ഉപേക്ഷിക്കാൻ പാടില്ല നൂഹിന്റെ വർത്തമാനം കേട്ടിട്ട് എന്ന് അവർ പരസ്പരം ശപഥം ചെയ്ത് ഐക്യത്തിലാവുകയാണ്. നൂഹ് നബിയെ അവർ കുറ്റപ്പെടുത്തു അലൈഹി സ്വലാത്തു വസ്സലാം. മൂന്നാമത് മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ നിസാരപ്പെടുത്തുകയാണ്. ഫഖാലൽ മലഉല്ലദീന കഫറൂ മിൻ ഖൗമിഹി. ആ ജനതയിലെ നേതാക്കന്മാർ പ്രഖ്യാപിക്കുകയാണ്, മാ നറാക ഇല്ലാ ബശറൻ മിത്ലനാ. നൂഹേ, നീ ഞങ്ങളെപ്പോലെ ഒരു മനുഷ്യനാണ്, നിനക്ക് പ്രത്യേകിച്ച് ഒരു പ്രത്യേകതയും ഇല്ല, ഞങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യനാണ്. അതുപോലെ നിന്നെ ഇപ്പോൾ വിശ്വസിച്ച ആളുകള് ഇല്ലല്ലദീനഹും അറാദിലുനാ ബാദിയർ. ഞങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും നിസ്സാരരായ, ദുർബലരായ, വളരെ പാവപ്പെട്ട ആൾക്കാരാണ്
നിന്നെ വിശ്വസിച്ചത്. നിന്നെ ആരും വിശ്വസിക്കാനും പോകുന്നില്ല. ഞങ്ങളെക്കാൾ യാതൊരു ഫളിലും യാതൊരു ശ്രേഷ്ഠതയും യാതൊരു മഹത്വവും നിനക്കില്ല. മാത്രമല്ല, നീ പറയുന്നത് മൊത്തം ശുദ്ധ നുണയാണ്. ഈ രൂപത്തിലായിരുന്നു ആ ജനത മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പ്രതികരിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതും കേട്ടതുമായ കാര്യം നമ്മൾ കബൂൽ ചെയ്യുമാറാകട്ടെ. മഹാന്മാരായ പ്രവാചകന്മാരുടെ ചരിത്രം പിൻപറ്റി അവരുടെ മാതൃക പിൻപറ്റി ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.